അല്ലാഹു പറഞ്ഞു, നബി തങ്ങളെ പറയുകയാണ്, അല്ലാഹു പറഞ്ഞു, ഖുദ്സിയായ ഹദീസാണ്, ഇത് ബുത്തലൈതു അബ്ദൻ മുഅ്മിനാ, എന്റെ ഒരു മുഅ്മിനായ അടിമയെ ഞാൻ പരീക്ഷിച്ചാൽ, രോഗം കൊടുത്താൽ, ഫഹമിദനി വസബറാ, അവൻ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ക്ഷമയോടെ അതിനെ നേരിട്ടാൽ, എത്ര വലിയ രോഗമായാലും, ക്യാൻസർ ആയാലും, ട്യൂമർ ആയാലും, പ്രഷർ ആയാലും, സോറിയാസിസ് ആയാലും, വെള്ളപ്പാണ്ടായാലും, കുട്ടരോഗമായാലും, ഏത് രോഗമായാലും ഒരു മനുഷ്യൻ അല്ലാഹു പരീക്ഷണം കൊടുത്താൽ, ആ പരീക്ഷണങ്ങൾ ലഭിക്കുമ്പോൾ, ആ പരീക്ഷണം നേരിടുമ്പോൾ അതിനെ ക്ഷമയോടെ നേരിട്ട്, അല്ലാഹുവേ നീ എനിക്ക് തന്നത് നീയല്ലേ രോഗം മാറ്റാൻ കഴിവുള്ളവന്, ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഫഇന്നഹു യഖൂമു മിൻ മൽജഇഹി, അവൻ ആ രോഗത്തിന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ, കയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ പാപ സുരക്ഷിതത്തോടെ പുറത്തു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾക്കൊരു അസുഖം വന്ന് കിടപ്പിലായി, അയാള് എനിക്ക് മാത്രം എന്താ അങ്ങനെ അസുഖം, എന്റെ ഭാര്യയ്ക്ക് മാത്രം എന്താ അസുഖം, വേറെ ആർക്കും അസുഖം കൊടുക്കുന്നില്ല എന്നൊന്നും പറയാതെ, എനിക്ക് നീ അസുഖം തന്നു, നീ മാറ്റിത്തരാൻ കഴിവുള്ളവനാണ്, ഞാൻ ക്ഷമിക്കുകയാണ് എന്നൊരു ഉറച്ച തീരുമാനത്തോടെ അള്ളാഹുവിന് തന്ന പരീക്ഷണത്തെ നീ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചാൽ, നീ ആ രോഗത്തിൽ നിന്ന് എഴുന്നേറ്റു വരുമല്ലോ. അങ്ങനെ വരുമ്പോ നീ വരുന്നത് കയൗമി വലദതുഹു ഉമ്മുഹു, നിന്റെ ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ പാപ സുരക്ഷിതത്വത്തോടു കൂടിയാണ്. കാരണം എന്താണ്? അള്ളാഹു നിനക്ക് തന്ന രോഗം കാരണം നിന്റെ എല്ലാ പാപങ്ങളും, ഹദീസിൽ കാണാം, ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകും പോലെ നിന്റെ പാപം അള്ളാഹു താല കൊഴിച്ചു കളയുമെന്നാണ്. അള്ളാഹു നമ്മുടെ രോഗികളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു പുറത്തു